എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ എങ്ങനെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി വന്നത്? അതിവിടെ ഗോപാലകൃഷ്ണൻ എന്താണ് സ്റ്റോറികൾ ഉണ്ടാക്കുകയാണല്ലോ. ഈ ബിരിയാണി ചെമ്പിൽ സ്വർണം കൊണ്ടുവന്നു പിണറായി വിജയന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് നൽകി, അദ്ദേഹത്തിന്റെ മകൾക്ക് നൽകി എന്ന് ഈ ഗോപാലകൃഷ്ണന്റെ പാർട്ടിയുടെ ഒരു വക്കീല് ഇവൻ നമ്മക്ക് പണിയുണ്ടാക്കുമെന്നാണ് തോന്നുന്നത്. പത്രസമ്മേളനം നടത്തി നമുക്കറിയാം. ഈ സ്വപ്ന സുരേഷിനെ വെച്ച് അതിനേക്കാൾ താഴ്ന്നു പോകരുത് ഗോപാലകൃഷ്ണൻ. എന്തോ ആളാക്കിയതാണല്ലേ. പിണറായി വിജയനും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധത്തിന്റെ എന്ത് ദൃശ്യ തെളിവുകളാണ് ഗോപാലകൃഷ്ണന്റെ കയ്യിലുള്ളത്? ഈ ചർച്ചയിൽ അഭിലാഷ് ചോദിക്കണ്ടേ, അത്തരം നിരുത്തരവാദപരമായ ഇതുപോലുള്ളൊരു ചർച്ചയിൽ കടന്നു വന്നിട്ട് പിണറായി വിജയന് ബന്ധമുണ്ട്, പിണറായി വിജയൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം തെളിയിക്കുന്ന രേഖകൾ എന്റെ കയ്യിലുണ്ടെന്ന് പറയുമ്പോൾ ആ രേഖകൾ ഇവിടെ കാണിക്കാൻ പറ്റുമോ? അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ. ഈ ക്ഷേത്രത്തെ കളങ്കപ്പെടുത്താനും ആക്ഷേപിക്കാനും ഇത്തരം പ്രശ്നങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണോ പ്രതിപക്ഷ ധർമ്മം? അതാണോ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ ധർമ്മം? എന്നാൽ ഈ സംഭവങ്ങൾ അവിടെ എങ്ങനെ ഉണ്ടായി? ആരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി? അന്വേഷിക്കേണ്ട കാര്യമാണ്. ഞങ്ങൾക്ക് കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല. അന്വേഷിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ കാര്യത്തിൽ ഇപ്പോ 2019 ഈ മിസ്റ്റർ വിജയമല്യ സ്പോൺസർ ചെയ്ത ഈ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ട പ്രശ്നം അത് പരിശോധിച്ചപ്പോൾ എന്താണ്, വിജിലൻസിന് തന്നെ അതിൽ സംശയം വന്നിട്ടുണ്ട്. അതൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ കടന്നു വരുന്നത് ഇതൊരു ക്ഷേത്രമാണ്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തന്ത്രി ശാന്തി സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന കാര്യം അറിയാത്ത ആളാണ്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി മിസ്റ്റർ പിണറായി വിജയനുമായിട്ടല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധമുള്ളത് മിസ്റ്റർ ഗോപാലകൃഷ്ണന്റെ പാർട്ടിക്കാർക്കുമായിട്ട് ആയിരിക്കും എന്ന കാര്യം നാളെ പുറത്തു വരാൻ പോകുന്ന കാര്യമാണ്. കേരളത്തിലെ ക്ഷേത്രങ്ങളെ, ക്ഷേത്ര സ്വത്തുക്കളെ കൊള്ള ചെയ്യുന്ന കൊള്ള സംഘമാണ് ഈ ദേവസ്വം ബോർഡ്. എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അവർക്ക് ക്ഷേത്രത്തോട് താല്പര്യമില്ല. കോൺഗ്രസ്സുകാര് ഭരിക്കുന്ന സമയത്ത് ക്ഷേത്രത്തോട് അല്പം താല്പര്യമുള്ള ആൾക്കാരാ. CPM-ന്റെ ആൾക്കാരായപ്പോ ക്ഷേത്രത്തോട് യാതൊരു താല്പര്യവുമില്ല. ശബരിമല വരെ കയറി ശബരിമല അയ്യപ്പന് നട തുറക്കുമ്പോ ശബരിമല അയ്യപ്പന് പുറം തിരിഞ്ഞു നിൽക്കുന്ന ദേവസ്വം ബോർഡ് മന്ത്രിയായിരുന്നു. ശബരിമല അയ്യപ്പന്റെ സന്നിധാനത്ത് ഒഴിച്ചു കൊടുക്കുന്ന തീർത്ഥം നിലത്തൊഴിച്ചു കളയുന്ന തന്ത്രിയായിരുന്നു. ശബരിമല ക്ഷേത്രത്തിലേക്ക് അർദ്ധരാത്രിയുടെ യാമത്തില് ഇരുട്ടിന്റെ മറവില് ആചാരം തകർക്കാനുള്ള ശ്രമം നടത്തിയ ഗവൺമെന്റാണ്. അതുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡാണ്. അതുകൊണ്ട് ഇത് കൊള്ള സംഘമാണ്. പണ്ടാരം പിടിച്ച നാട്ടിൽ ഇനി ഞാനില്ല. രണ്ടാമത്തെ കാര്യം എനിക്ക് വളരെ രസകരമായി പറയാം. ഈ KT കുഞ്ഞുങ്കണ്ണൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ സിംഹഭാഗം ഈ ആചാരത്തിനും ക്ഷേത്രത്തിനും ഹിന്ദുക്കൾക്കും ക്ഷേത്രവിശ്വാസികൾക്കും ഒക്കെ എതിരായി സംസാരിച്ചു നിന്ന ഒരാളാണ്. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? അദ്ദേഹം ഇപ്പൊ ഇവിടെ വന്ന് പറയാണ് തന്ത്രിയാണ് ഇതിന് കുറ്റക്കാരൻ. എന്റെ പൊന്നു സുഹൃത്തെ, നിങ്ങൾക്ക് തന്ത്രിയുടെ ചുമതല എന്താണെന്ന് അറിയോ? പുതിയ ഷർട്ടൊക്കെ വാങ്ങിച്ചു എന്നെ കൊണ്ടുവന്നപ്പോഴേ എനിക്ക് തോന്നി ആ കാലായിരിക്കും. നിങ്ങൾ ഈ AKG സെന്ററിൽ നിന്ന് കിട്ടുന്ന ക്യാപ്സൂൾ വിഴുങ്ങിയിട്ട് വായി തോന്നു പറയല്ലേ. തന്ത്രി എന്ന് പറഞ്ഞാൽ ആധ്യാത്മികമായ കാര്യങ്ങളെ കുറിച്ച് മാത്രമേ തന്ത്രിയോട് ചോദിക്കേണ്ട ആവശ്യമുള്ളൂ. അവിടുത്തെ പൂജാവിധിയുടെ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് തന്ത്രിയോട് ചോദിക്കണം. അവിടുത്തെ പൂജയ്ക്ക് മാറ്റം വന്നാൽ അത് തന്ത്രിയോട് ചോദിക്കണം. അവിടുത്തെ പൂജയുമായി ബന്ധപ്പെട്ട വിഷയം വന്നാൽ അത് തന്ത്രിയോട് ചോദിക്കണം. പക്ഷെ അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടല്ലോ, ആരൊക്കെ കാവൽക്കാരെ നിശ്ചയിക്കണം, ഏതൊക്കെ കാവൽക്കാർ വരണം, എന്തിനൊക്കെ ക്യാമറ വെക്കണം, ഇതൊന്നും തന്ത്രിയോട് അനുവാദം ആവശ്യമില്ല. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. പക്ഷെ തന്ത്രിയോട് ചോദിക്കും. ആ ബോർഡിൽ ഒരു പക്ഷെ തന്ത്രി ഉണ്ടാവും, പക്ഷെ തന്ത്രിയല്ല അതിന്റെ റെസ്പോൺസിബിലിറ്റി. ഒരല്പം നാണം വേണ്ട ഇങ്ങനെ പറയാൻ. ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് അടക്കമുള്ള ദേവസ്വം ബോർഡ് അല്ലേ മിസ്റ്റർ KT കുഞ്ഞുക്കണ്ണൻ ഈ സാധനം അല്ലാതെ ആരും അറിയാതെ നിങ്ങൾ തെരുവില് അർദ്ധരാത്രിയുടെ യാമത്തില് അവിടെ 2 യുവതികളെ കയറ്റിയ പോലെ തന്ത്രി രാത്രി ഈ ഇയാളുടെ കയ്യില് ഈ പോറ്റിയുടെ കയ്യിൽ എടുത്തു കൊടുത്തു എന്നാണ് നിങ്ങൾ പറയുന്നത്. എന്ത് മര്യാദകളാണ് മിസ്റ്റർ ഇത് പറയുന്നത്? വാസ്തവത്തില് ഈ പോറ്റി അടക്കമുള്ള ഈ കള്ളന്മാരെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമമാണ്. നേരത്തെ ഞാൻ ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു ഗോപാലകൃഷ്ണൻ എവിടുന്ന രേഖ കാണിക്കാൻ. ഞാൻ സബ്ജക്ട് ടു കറക്ഷനിലാണ് പറഞ്ഞത് അഭിലാഷിനോട്.
കേരളത്തിലെ മാതൃഭൂമി പോലെ തന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പത്രം, അതിൻ്റെ ഓൺലൈൻ, ആ ഓൺലൈനിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ ഇദ്ദേഹവും നമ്മുടെ പിണറായി വിജയനും ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോ ആ ഓൺലൈനിൽ വന്നിട്ടുണ്ട്. അത് ശരിയാണോ അല്ലയോ എനിക്കറിയില്ല, സബ്ജക്ട് ടു കറക്ഷൻ. ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. ഞാൻ ചോദിക്കട്ടെ, പല ആൾക്കാരുമായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട്, പക്ഷേ വളരെ രഹസ്യമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അമ്മയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ പിണറായി വിജയനും മാത്രമായി നിന്ന് സംസാരിക്കുമോ? എന്തായി ആ ഒരു ബന്ധമില്ലാത്ത ആൾക്കാരാണ് അങ്ങനെ ചെയ്യോ? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അമ്മയും പിണറായി വിജയനും മാത്രം നിന്ന് സംസാരിക്കുന്നതാണ്, പേഴ്സണലായിട്ട് സംസാരിക്കുന്ന ഒരു ചിത്രമാണ് ആ ഓൺലൈൻ വന്നിരിക്കുന്നത്. കേരളത്തിലെ പ്രമുഖ പത്രം. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം. ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്നു, അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. ഞാനത് മാത്രമാണ് കണ്ടത്. ഇത് അന്വേഷിക്കാൻ വേണ്ടി ഞാൻ ശബരിമലയിലെ ഒരു മിനിറ്റ് ഞാനിപ്പോൾ തീർക്കാം, അദ്ദേഹത്തിന് സംശയം ഉണ്ടല്ലോ, അത് അറിയാൻ വേണ്ടി ഞാൻ ശബരിമലയിലെ പ്രധാനപ്പെട്ട ഒരാളുമായി സംസാരിച്ചു. അപ്പോൾ എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് ഇയാൾക്ക് ഈ ബന്ധമുണ്ടെന്നാണ്. അയാൾക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ഈ തക്കട തരികട തല്ലിപ്പൊളിക്ക് അയാളൊരു ഏജന്റാണ്. ആരുടെ ഏജന്റാ? ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെയും ദേവസ്വം ബോർഡിന്റെയും ഈ ഗവൺമെന്റിന്റെയും ഏജന്റാണ്. ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിൽ കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ. ഈ ചെമ്പ് ഇപ്പം ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുക, അതും നിങ്ങൾ സബ്ജക്ട് ടു കറക്ഷൻ ആക്കിക്കോളൂ. ഇതൊരു നടക്ക് പോണ മാതിരില്ല. സ്വർണം പൂശി എന്ന് പറയുന്നത് ശരിയാണോ? ചെമ്പിൽ സ്വർണം പൂശിയിട്ടാണോ വിജയ മല്യ കൊടുത്തത്, അതോ സ്വർണത്തിന്റെ പാളിയായിരുന്നു? നാണക്കേടായിപ്പോയി. നിങ്ങൾക്ക് മാത്രല്ല എനിക്ക് നാണക്കേടാ. അതെ, എന്റെ പോയിന്റ് അതാണ്. ആ സ്വർണത്തിന്റെ കവചം കൊണ്ടുപോയി തിരിച്ചു വരുമ്പോ അത് കവചമാണോ, സ്വർണം പൂശിയതാണോ, അത് ചെമ്പാണോ എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത ദേവസ്വം ബോർഡിനല്ലേ? ഞാൻ ഒരുപാട് തവണ തന്നോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇങ്ങനെയുള്ള ചുറ്റിക്കളിയൊന്നും ഉണ്ടാക്കരുതെന്ന്. ഇപ്പൊ എന്തായി? ഞാൻ വാപ്പിലായി. അതേ ദേവസ്വം ബോർഡ് ഈ തെറ്റുവരുത്തിയവനെ, 40 ദിവസം വൈകിച്ചവനെ, ബാംഗ്ലൂർ ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചവനെ, ഇത് കൊണ്ടുപോയ ഒരുത്തനെ വീണ്ടും ഇപ്പൊ എടുത്തു കൊടുക്കേണ്ടത് എന്തടിസ്ഥാനത്തിലാണ്? അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി, അപ്പൊ അവന് തന്നെ ഇത് എടുത്തു കൊടുക്കണമെങ്കിൽ ഇതൊക്കെ മനുഷ്യന്മാര് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരല്ലേ? എന്റെ കുഞ്ഞു കണ്ണ, നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരല്ലേ? കുഞ്ഞിക്കണ്ണൻ ഇരുന്ന് തന്ത്രിയെ തെറി പറയുമ്പോ ഇത് എടുത്തോണ്ട് പോയി വീണ്ടും കൊടുക്കുമ്പോ നിങ്ങളുടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ബന്ധമില്ലേ? നീ ഇങ്ങനെ നിരാശയല്ലടാ. നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ ഓർത്ത് ചെയ്തു പോയത്. ശബരിമലയിലെ ഈ ദേവസ്വം പ്രസിഡന്റിന്റെ ഏജന്റാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. എന്താണടാ അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് ഉടപിടിക്കുന്നു കേട്ടിട്ടേ. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.